നമസ്കാരം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷനേഴ്സിൻ്റെയും DA/DR അരിയറുകൾ 8 ഗഡുക്കളായി നൽകുമെന്ന് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ മിക്കവാറും പേർ ചോദിച്ചിരിക്കുന്ന ഒരു സംശയം ഇതാണ്: കഴിഞ്ഞ പേ റിവിഷൻ അരിയറിൻ്റെ 3ഉം 4ഉം ഗഡുക്കൾ എന്ന് തരും? ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് 4 ഗഡുക്കൾ 25% വീതമുള്ള 4 ഗഡുക്കളായി മാറ്റിയതിന് ശേഷമാണ് അത് തരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ 2 ഗഡുക്കൾ നമുക്ക് കിട്ടിയതാണ്. 1ഉം 2ഉം ഗഡുക്കൾ നമുക്ക് കിട്ടിയിരുന്നു. ഈ 3ഉം 4ഉം ഗഡുക്കൾ എന്ന് കിട്ടും? അതിപ്പോൾ ബാക്കിയാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 8 ഗഡുവും ആ പഴയ 2 ഗഡുവും ചേർത്ത് 10 ഗഡു നമുക്കിപ്പോൾ കുടിശ്ശികയായിട്ട് ഉണ്ട്. ഈ 3ഉം 4ഉം ഗഡുക്കൾ, അതായത് കഴിഞ്ഞ പേ റിവിഷൻ അരിയറിൻ്റെ 3ഉം 4ഉം ഗഡുക്കൾ എന്ന് തരും എന്നതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനം സർക്കാരിൽ നിന്നും നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രഖ്യാപനം മാത്രമല്ല, അത് ഉത്തരവായി വരികയും ചെയ്തിട്ടുണ്ട്. നമ്മളിൽ പലരും അത് മറന്നുപോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ഉത്തരവിന് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം പല പ്രാവശ്യവും ഇതുപോലെ ഉത്തരവുകൾ വരികയും പിന്നീടത് മരവിപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് പലപ്പോഴും നമ്മളത് വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് കേൾക്കുന്നത്. എങ്കിലും തരേണ്ടവർ അത് മറന്നുപോയാലും കിട്ടാനുള്ള നമ്മൾ അത് മറന്നുപോകാൻ പാടില്ല. അതുകൊണ്ട് ആ ഉത്തരവ്, ഈ 3ഉം 4ഉം ഗഡുക്കൾ എന്ന് തരും എന്ന് പറയുന്ന ആ ഉത്തരവാണ് ഈ വീഡിയോയിലൂടെ വർക്കിംഗ് ക്ലാസ് ഇന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഇതുവരെ ആ ഉത്തരവ് മരവിപ്പിച്ചതായി ഒരു ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഉത്തരവ് പ്രകാരം തന്നെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അത് ലഭിക്കേണ്ടതുമാണ്. എങ്കിൽ ആ ഉത്തരവ് നമുക്കൊന്ന് പരിശോധിക്കാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവംബർ 1 ധനകാര്യ വകുപ്പ് പേ റിവിഷൻ സെല്ലിൻ്റെതായി ആ ഉത്തരവ് വരുന്നത്. GOP നമ്പർ 139/2025, ഡേറ്റഡ് 1/11/2025 ആണ് ആ ഉത്തരവ്. ഇതിൽ പറയുന്നു, 11ാം ശമ്പള പരിഷ്കരണം പ്രകാരമുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ 25% വീതം അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇതെന്നാണ് വന്നിരിക്കുന്നത്? 2025 നവംബർ 1 ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വളരെ കാലമൊന്നും ആയിട്ടില്ല ഈ ഉത്തരവ് വന്നതിന് ശേഷം. ഒരു 3 മാസത്തിന് മുമ്പ് വന്ന ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് ഇതുവരെയും മരവിപ്പിച്ചതായി എനിക്കറിയില്ല. ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും ഈ ഉത്തരവ് പ്രകാരം എന്നാണ് നമുക്കിത് ലഭിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നു, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ ശമ്പള അലവൻസുകളും 1/7/19 പ്രാബല്യത്തിൽ പരിഷ്കരിച്ച പരാമർശം 1 പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രസ്തുത ഉത്തരവിലെ ഖണ്ഡിക 43 പ്രകാരം 1/7/19 മുതൽ 28/2/21 വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക 25% വീതമുള്ള 4 ഗഡുക്കളായി നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു. അത് ഏതൊക്കെ തീയതികളിൽ നൽകും എന്നുവരെ ആദ്യത്തെ ആ ഒരു പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് പല പ്രാവശ്യം അത് മാറ്റിവെച്ചിട്ടാണ് നമുക്ക് അവസാനം 1ഉം 2ഉം ഗഡുക്കൾ നമുക്ക് ലഭിക്കുന്നത്. ആ 1ഉം 2ഉം ഗഡുക്കൾ, അതായത് 25% വീതമുള്ള 1ഉം 2ഉം ഗഡുക്കൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് GOP നമ്പർ 38/2025, ഡേറ്റഡ് 29/3/2025 പ്രകാരമാണ്. ആ ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ശമ്പളം പരിഷ്കരിച്ചിട്ടുള്ള ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ കുടിശ്ശികയുടെ 1ഉം 2ഉം ഗഡുക്കൾ 25% വീതം അവരുടെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന തുക അവർ സേവനത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം, അല്ലെങ്കിൽ 2026 ഏപ്രിൽ മാസം മുതൽ, അതായത് ഈ വരുന്ന ഏപ്രിൽ മാസം മുതൽ ഏതാണോ ആദ്യം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാവുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിരമിച്ച ജീവനക്കാർക്ക് അല്ലെങ്കിൽ സേവനത്തിൽ നിന്നും വിരമിക്കുന്നതിന് മുന്നോടിയായി PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ എന്നിവരുടെ കുടിശ്ശികയുടെ 1ഉം 2ഉം ഗഡുക്കൾ ഒറ്റത്തവണ അവർക്ക് പണമായി അനുവദിക്കാവുന്നതാണ്. ഇൻ ക്യാഷായി ലഭിക്കുകയും ചെയ്തതാണ് 1ഉം 2ഉം ഗഡുക്കൾ. അപ്പോൾ ഇത് 1ഉം 2ഉം ഗഡുക്കളുടെ കാര്യമാണ്. 3ഉം 4ഉം ഗഡുക്കളെ കുറിച്ച് പറയുന്ന ആ പുതിയ ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 29/10/2025 കൂടിയ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ 25% വീതം അനുവദിക്കുന്ന വിഷയത്തിൽ ചുവടെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നാണ്. അതെന്താണ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു, സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ 25% വീതം ജീവനക്കാരുടെ PF അക്കൗണ്ടിൽ 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 2026 എന്ന് പറയുന്ന ഈ വർഷം ഏപ്രിൽ 1, അടുത്ത മാസം ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്.
അപ്രകാരം PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന തുക ടി ജീവനക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം അല്ലെങ്കിൽ 2027 ഏപ്രിൽ മാസം മുതൽ ഏതാണോ ആദ്യം വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, കൃത്യമായൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു 2027 ഏപ്രിൽ മാസം മുതൽ ഇത് പിൻവലിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, 2027 ഏപ്രിലിനും 2026 ഏപ്രിലിനും ഇടയിലുള്ള ഒരു തീയതിയിൽ അല്ലെങ്കിൽ ഇടയിലുള്ള ഒരു സമയത്ത് ഈ കുടിശ്ശിക നമുക്ക് ലഭിക്കേണ്ടതാണ്. കാരണം 2027 ഏപ്രിൽ മാസം മുതൽ നമുക്ക് പിൻവലിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ആ ഉത്തരവ്. അതിൽ പറയുന്നു, വിരമിച്ച ജീവനക്കാർ സേവനത്തിൽ നിന്നും വിരമിക്കുന്നതിന് മുന്നോടിയായി PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ, മറ്റു കാരണങ്ങളാൽ PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ എന്നിവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ 25% വീതം ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതാണ്. അവിടെയും സ്പെസിഫിക് ആയ ഒരു ഡേറ്റ് പറയുന്നില്ല, പക്ഷേ 2027 ഏപ്രിലിന് മുൻപായിരിക്കും അത്. PF അക്കൗണ്ടിന്റെ അഭാവത്തിൽ സേവന കാലയളവിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉത്തരവിൽ പല ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. 2026 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2026 ഏപ്രിൽ 1 ശേഷം എന്നും ആകാം. ഇനി 2030 ആയാലും 2026 ഏപ്രിൽ 1 ശേഷമാണ്. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് 2027 ഏപ്രിലിന് മുമ്പ് ഇത് പിൻവലിക്കാമെന്നും കൂടി പറയുന്നു. അപ്പോൾ ഈ ഉത്തരവ് ഇതുവരെയും മരവിപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ ഈ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3ഉം 4ഉം ഗഡുക്കളുടെ കാര്യത്തിൽ 2026 ഏപ്രിൽ 1 ശേഷം 2027 ഏപ്രിലിന് മുൻപ് ഒരു തീയതിയിൽ നമുക്കിത് ലഭിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് വരാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഈ ഉത്തരവിൽ സ്പെസിഫിക് ആയ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ 3ഉം 4ഉം ഗഡുക്കൾ വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഈ ഉത്തരവ് മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത നമ്മൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുണ്ട്. കാരണം നമ്മളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. സ്പെസിഫിക് ആയ ഒരു ഡേറ്റ് അല്ലെങ്കിൽ മാസത്തിൽ ഈ ഗഡുക്കൾ നമ്മുടെ PFൽ അല്ലെങ്കിൽ ക്യാഷായി നൽകുകയോ ചെയ്യാൻ ഉള്ള നടപടികൾ എടുക്കുന്നതിന് ഈ ഉത്തരവ് നിലനിൽക്കുന്നത് ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്ന വിവരം പരമാവധി ആളുകൾ മനസ്സിലാക്കട്ടെ. ആ രീതിയിൽ അധികൃതർക്കും ഇതിനെപ്പറ്റി ഒരു ബോധം ഒന്നുകൂടി ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിലും ഈ 3ഉം 4ഉം ഗഡുക്കൾ സംബന്ധിച്ച ഒരു തീരുമാനം ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുൻപെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിലനിൽക്കുന്ന ഒരു ഉത്തരവ് ഇതുവരെയും മരവിപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് വർക്കിംഗ് ക്ലാസ് ഇവിടെ ചെയ്തത്. പരമാവധി ആൾക്കാർ വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.